ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷിബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും എല്ലാം കൂടെ നമുക്ക് സൂപ്പറായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഈ വെജിറ്റബിൾ കുറുമ. എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമുക്ക് ആദ്യം വെജിറ്റബിൾസ് വേവിച്ചെടുക്കാം. കുക്കറിൽ 1/2 കപ്പ് ഗ്രീൻ പീസ്, അതുപോലെ തന്നെ വലിയൊരു ക്യാരറ്റ് അരിഞ്ഞത്, വലിയൊരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് കുക്കറിൽ ഒരു 3 വിസിൽ വരുന്നത് വരെ ഈ വെജിറ്റബിൾസ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വല്ലാതെ വെന്ത് കുഴഞ്ഞു പോവാതെ നോക്കണം. ഒരു 3 വിസിൽ വരെ വേവിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാം. ഒരു മീഡിയം തേങ്ങയുടെ അരമുറി ഞാൻ ചിരവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ഒരു 10 അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കുറഞ്ഞ വെള്ളത്തിൽ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരണം. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അതിലേക്ക് 2 ഏലക്കായും 2-3 പട്ടയും 2-3 കരിയാമ്പും കൂടെ ഇട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനിക്കൊരു സപ്പോർട്ട് ഇതുകൂടെ തരണേ. ഇനി നമുക്ക് ഈ സവാള വഴന്നു വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ രുചികരമായിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ് ഇത് കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെടും, ഒരുപോലെ ഇഷ്ടപ്പെടുന്നത്. ഇനി നമുക്ക് ആ അരപ്പ്, തേങ്ങയുടെ അരപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ട് ആ മിക്സി കഴുകിയ ഒരു 1/4 കപ്പ് വെള്ളവും അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് ചൂടുവെള്ളവും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഗ്രേവി ആക്കിയെടുക്കാം. ഇനി ഇത് വല്ലാതെ തിളച്ച് മറിയാൻ നമ്മൾ ഇട കൊടുക്കരുത്. വല്ലാതെ തിളച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. ചെറുതായിട്ട് ഒരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വെക്കുന്നതാണ് നല്ലത്. ഒരു 3 മിനിറ്റിനകം ഇത് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മല്ലിയില തൂവി മൂടി വെച്ച് 1 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആ വെജിറ്റബിൾ കുറുമ തയ്യാറായിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. ഇനി ഇതിന് വേറെ താളിപ്പോ ഒന്നും ആവശ്യമില്ല. ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പം പൊറോട്ടയുടെ കൂടെ എല്ലാം നമുക്ക് കഴിക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണിത്. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.